ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ കളക്ഷൻ കണക്കുകൾ വന്നിരിക്കുന്നു. ലാലേട്ടന്റെ ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്ത സിനിമയാണല്ലോ രാവണ പ്രഭു. രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് 10ാം ദിവസത്തിലേക്ക് സിനിമ കേരളത്തിലെത്തിയപ്പോൾ സിനിമയ്ക്ക് 10ാം ദിവസവും 5 ലക്ഷത്തിലേറെ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ട്. ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 3,35,00,000 3,40,00,000 റേഞ്ചിലേക്ക് എത്തും. വേൾഡ് വൈഡ് കളക്ഷൻ 4,25,00,000 കടന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റീ റിലീസ് വൻ നേടിയെടുക്കുന്ന ലാലേട്ടന്റെ 5ാമത്തെ സിനിമയായിട്ട് രാവണ പ്രഭു മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാതിരാത്രി എന്ന സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് 60 ലക്ഷത്തിലധികം കേരള ഗ്രോസ് നേടിയെടുത്തിരിക്കുന്നു. ഇന്ന് 27 ലക്ഷത്തിൽ പരം കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്നത്തോടെ അങ്ങനെ 1 കോടിയിലധികം കേരള കളക്ഷൻ ആകെ 3 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇനിയും ലഭ്യമല്ല. ത്രില്ലർ സിനിമ ഒരു ഓക്കെ കളക്ഷൻ മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ. ഇനി കേരള ബോക്സ് ഓഫീസിൽ റിലീസായ 2 തമിഴ് സിനിമകളുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ധ്രുവ് വിക്രം നായകനെത്തിയ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ബൈസൺ. സിനിമയ്ക്ക് ഇന്ന് കേരളത്തിൽ 9 ലക്ഷത്തിൽ പരം കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ട്. ഇന്നത്തോടെ സിനിമയുടെ കേരള ഗ്രോസ് 35 ലക്ഷം കടക്കാനായിട്ട് ഒരുങ്ങുന്നു. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ 15 കോടിയിലേക്ക് അടുക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. മാരി സെൽവരാജാണ് സിനിമയുടെ സംവിധാനം. ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ 3ാമത്തെ തമിഴ് സിനിമയാണല്ലോ ഡീസൽ. സിനിമയ്ക്ക് ഇന്ന് കേരളത്തിൽ 2 ലക്ഷത്തിൽ പരം കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ട്. ഹരീഷ് കല്യാൺ സിനിമ ഇന്നത്തോടെ 10 ലക്ഷം കേരള ഗ്രോസിലേക്ക് എത്തുന്നതാണ്. വേൾഡ് വൈഡ് ഗ്രോസ് 5 കോടി കടന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തമിഴ് പശ്ചാത്തലം കലർന്ന ഒരു മലയാളം സിനിമയാണല്ലോ ഷൈനികം നായകനെത്തിയ ബൾട്ടി. സിനിമ തിയേറ്ററുകളിൽ 24 ദിവസങ്ങൾ കടക്കുകയാണ്. ഇന്ന് 3 ലക്ഷത്തിനടുത്ത് കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുത്ത സിനിമ നിലവിൽ 9 കോടിയിലധികം കേരള കളക്ഷൻ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. 9 കോടി 20 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് അടുക്കുന്നു. വേൾഡ് വൈഡ് കളക്ഷൻ 10 കോടി കടന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ബഡ്ജറ്റ് നിർമ്മാതാവ് അറിയിച്ചത് പ്രകാരം 21 കോടിയിലേറെയാണ്. അപ്പോൾ ബഡ്ജറ്റ് വെച്ച് നോക്കിയാൽ സിനിമ ഒരു വൻ പരാജയമാണ്. എന്നാൽ ഒരു ഷൈനികം സിനിമയുടെ കളക്ഷൻ എന്ന നിലയിൽ സിനിമ മികച്ചു നിൽക്കുന്നുണ്ട്.